മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. മോശം. എല്ലാരോടായി പറയുക, ഇവൾക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആരായാലും ആ വഴിക്ക് പൊയ്ക്കോണം. എന്റെ മുമ്പിൽ വന്നേക്കരുത്. നിന്നെ പ്രതാപവർമ്മ സാറൊന്നു നിന്നെ. ഞാൻ ഈ മുറ്റത്ത് തന്നെ നിൽക്കും. കൊടുങ്കാറ്റും മഴയും ഇടിയും വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എവിടെ പോവില്ല. അച്ഛനെന്നെ തിരിച്ചു വിളിക്കും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. എന്ത് കാഴ്ചയാണ് നിൽക്കുക? കേറി പോകത്ത്. നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണം. ഞാൻ എങ്ങോട്ടും പോവില്ല ചെറിയമേ, ഇവിടെ നിൽക്കും. മോളെ, ഭയങ്കര മഴക്കാറാ. ഇടിയും മഴയൊക്കെ വരുന്നുണ്ട്. മോൾ ഇവിടെ നിന്ന് നനയും. നനയട്ടെ, ചിലപ്പോ ചാകുമായിരിക്കും. ചത്ത ആർക്കെന്താ? ഇങ്ങനൊരു ജന്മം ഇല്ലാതിരിക്കുക ഏതോ. മോളെ, ഇങ്ങനൊന്നും പറയല്ലേ. നിന്നെ ഞങ്ങൾക്ക് വേണം, രാജുവിന് വേണം. നീ ഇല്ലാതെ രാജുവിന് ജീവിക്കാൻ പറ്റുമോ? രാജുവിന് ജീവിക്കാനൊക്കെ പറ്റും ചെറിയമേ. രാജുവിന് എന്നെ തന്നെ ഭാര്യയായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വേറെയും കിട്ടും. എന്താ ഈ കുട്ടി പറയുന്നേ? ദേഷ്യമുണ്ടെന്ന് കരുതി എന്തോ അങ്ങ് പറയല്ലേ. ഞാൻ ദേഷ്യം കൊണ്ട് മാത്രം പറയുന്നതല്ല ചെറിയമേ, ഞാൻ പറയുന്നതൊക്കെ സത്യം. ഇതെല്ലാം അവരുണ്ടാക്കിയതാ, ആ അംബിക. അവർക്കിതിൽ നല്ല പങ്കുണ്ട്. മോൾ ഇങ്ങനെ മുറ്റത്ത് നിന്നാ അവരും മക്കളും ചിരിക്കുകയുള്ളൂ. മോള് രാജുവിനോടൊപ്പം വീട്ടിൽ പോ. ഞാൻ സത്യമല്ലേ ചോദിച്ചത് ചെറിയമേ? അതെ, സത്യ. പക്ഷേ അവരെ എരിവ് കയറ്റിയതുകൊണ്ടാ പ്രതാപേട്ടൻ ഇത്രയ്ക്ക് ചൂടായത്. സത്യം പറയുമ്പോ ഇത്ര ചൂടാവുന്ന എന്തിനാ? ആരെങ്കിലും പറയുന്നത് കേട്ട് സ്വന്തം മകളെ പിടിച്ച് പുറത്താക്കുന്നതാണോ അച്ഛൻ ചെയ്യേണ്ട കടമ? കുറച്ചു കഴിയുമ്പോ വർമ്മ സാറ് തണുക്കും. തന്നെ 2 ദിവസം കാണാതിരിക്കുമ്പോ സാറ് തന്നെ അന്വേഷിച്ച് വരും. അതുവരെ നമുക്ക് എന്റെ വീട്ടിൽ പോവാം, വാ. മോളെ, രാജു പറഞ്ഞതാ ശരി. മോള് രാജുവിനോടൊപ്പം വീട്ടിൽ പോ. ഇല്ല ചെറിയമേ, ഞാൻ എങ്ങും പോവില്ല. അച്ഛന് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ. ഞാൻ ഈ മുറ്റത്ത് തന്നെ നിൽക്കും. അച്ഛൻ തിരിച്ചു വിളിക്കുന്നത് വരെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. രാജുവിനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞില്ലേ? അത് പറയാനാ ഞാൻ പോയത്. അനുസരിക്കില്ല, വാശിയാ. എങ്ങോട്ടും ഇല്ല, അവിടെ തന്നെ നിൽക്കുന്നാ പറയുന്നേ. എന്റെ പെങ്ങളൊരുത്തിയ ഇതിനൊക്കെ കാരണക്കാരി. ദൈവമേ, ഇതിനെ തിളയ്ക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. അവരൊറ്റൊരുത്തിയ ഈ കൊച്ചിനെ കൊല്ലുന്നു. ഇവരും ഇവരുടെ മകനും കൂടി ഈ വീട്ടിലില്ലാത്ത കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ ഒരു മരുമോളും കൂടെ വന്നിട്ടുണ്ടല്ലോ. അതെങ്ങനെ? പിടിച്ചതിനേക്കാൾ വലുത് അളയിലുണ്ടെന്ന് പറയുന്ന പോലെയാ മരുമകള്. അതൊക്കെ മീതയാ. എല്ലാം കൂടെ ഇതിനകത്തൊരു വന്യമൃഗ സങ്കേതമാണല്ലോ. ശരിട്ടാ, പെരുമഴ വരാൻ പോന്ന്.
മാനം കറുത്തോണ്ടിരിക്കുക. ഇടിയും തുടങ്ങി. മോളെ അവിടെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മോളിപ്പോ എന്താ പറയുന്നേ? അച്ഛൻ തിരിച്ചു വിളിക്കാതെ ഇങ്ങോട്ട് കേറില്ലാന്ന്. ഈ ഒരു ഗുഡ് ന്യൂസ് സംയുക്തിയെ വിളിച്ച് പറയാം. എന്തിനാണാവോ ഇവർ ഈ നേരത്ത് വിളിക്കുന്നത്? ഹലോ, ഞാനാ സംയുക്തെ, അംബിക. മനസ്സിലായി. എന്താ ഈ നേരത്ത്? അതെ, ഈ നേരത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ടായി. ഒരു സന്തോഷ വാർത്ത. സന്തോഷ വാർത്തയോ? സംയുക്തയ്ക്ക് പ്രതാപന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള റൂട്ട് ക്ലിയറായി. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? നിനക്കിനി അധികം കഷ്ടപ്പെടേണ്ടി വരില്ലാന്ന്. അതെ, ആ പെണ്ണിനെ ഇവിടുന്ന് എന്നേക്കുമായി പുറത്താക്കി പ്രതികെ. പിന്നെ പ്രതാപൻ അവളെ അടിച്ച് പുറത്താക്കി. ഓ, അങ്ങനെ വലിയൊരു ശല്യം ഒഴിവായി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതോടുകൂടി മംഗളായി. നീയേ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഈ ദുഷ്ട ആ കുട്ടിയെ പുറത്താക്കി. നാശം.